City Gold, Gold and Diamonds, Kerala and Karnataka. കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. അവർ ഞാൻ ഓണം വെക്കേഷൻ കാസർഗോഡ് വരട്ടെ, എന്ത് കാണാനുണ്ട്? തീർച്ചയായിട്ടും ബേക്കൽ കോട്ടയുണ്ട്. ആദ്യത്തെ പ്രിഫറൻസ് അതാണ്. ബേക്കൽ കോട്ട അറിയാം, കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇത് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ അനന്തപുരം വരാം, അത് കഴിഞ്ഞ് റാണിപുരം വരാം. സ്വയം പ്രയത്നത്തിലൂടെയാണ് കാസർഗോഡ് ഒരുപാട് പ്രതിഭകൾ വിവിധ സ്പോർട്സ് വിങ്ങിലൂടെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അവർക്കൊന്നും സർക്കാർ ഏജൻസികളുടെ വലിയ പിന്തുണ ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ പലരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് സത്യമാണ്. എങ്കിലും ഒരുപാട് നമ്മളെ ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഒരുപാട് വിങ്ങുണ്ട്. ഒരു ടൂറിസ്റ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ സ്റ്റേ ചെയ്യുന്നയാളെയാണ് ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ബേക്കലിൽ വരുന്നത് പള്ളിക്കര, അജാനൂര്, അതുപോലെ പുല്ലൂർ പെരിയ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളാണ്. അവർ ടൂറിസ്റ്റുകളല്ല. കോവളത്തെ ടൂറിസ്റ്റുകളെയും ഇവിടെയും താരംചാൽ ഒരു 2% പേര് മാത്രമേ ഉണ്ടാവും ബേക്കലിൽ വരുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മേൽപ്പാലങ്ങളിൽ ആ ചെളിവെള്ളം വീഴുന്നത് യാത്രക്കാരുടെ ദേഹത്താണ്. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഓവുചാലുകളുള്ള പൈപ്പ് പോലുള്ള, പിന്നെ ബസ് വേകളില്ല, ഓട്ടോറിക്ഷ പാർക്കിംഗ് ഇല്ല. നമുക്ക് ഈ ജനുവരി 26 ഈ പ്രഖ്യാപനം വരുമ്പോൾ നമ്മുടെ കാസർഗോഡിനെ അതായത് കേരളത്തിലെ 2ാമത്തെ ക്ലീൻ സിറ്റി ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ മിക്കവാറും നടക്കും. കാരണം എല്ലാവരും ബോധവൽക്കരിക്കുകയാണെങ്കിൽ. അപ്പം അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറെ മീൻപിടുത്ത തുറമുഖങ്ങളുണ്ട്. മഞ്ചേശ്വരമുണ്ട്, കാസർഗോഡുണ്ട്, പിന്നെ ചെറുവത്തൂരുണ്ട്. ഇവിടുന്ന് ധാരാളം മീൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പടന്നയിലാണെങ്കിൽ കല്ലുമ്മക്കായുടെ ഒരു പ്രധാന ഉൽപാദന കേന്ദ്രമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ കാസർഗോഡ് നല്ലൊരു ഈ സീ ഫുഡ് സംസ്കരണശാലകളോ അങ്ങനെയുള്ള ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്ത് സഞ്ചരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാലിന്യം ഇങ്ങനെ നമ്മൾ ആളുകൾ കൊണ്ടിടുന്നൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് വളരെ പരസ്യമായിട്ട് ഒരു നഗരത്തിൽ തന്നെ ഇങ്ങനെ കുന്നുപോലെ കിടക്കുന്നൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്, ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനൊരു കൃത്യമായിട്ടൊരു മാനദണ്ഡം ഉണ്ടാകണം എന്നുള്ളതാണെന്ന്. പിന്നെ ഞാനിപ്പം കാസർഗോഡ് നഗരത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പോഴും ഒരു മീറ്റർ സംവിധാനം ഇല്ല. അവർ തോന്നിയ പോലെയാണ്. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. കാസർഗോഡ് ഈ പുതിയ സ്റ്റാൻഡിൽ നിന്ന് അവിടെ എത്തുമ്പോൾ 70 രൂപയാണ് അവർ വാങ്ങുന്നത്. അവരെ പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും നമ്മൾ കാസർഗോഡ് ഒരു മംഗളൂരിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി മാത്രമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്സ് ആ രീതിയിൽ വേണ്ടതുപോലെ വരാത്തത്. നമ്മുടെ കാസർഗോഡ് മംഗലാപുരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം കാസർഗോഡിന് ഒരു ഫ്രീഡം തന്നെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കുള്ള പദ്ധതികളും സംവിധാനങ്ങളും. കാസർഗോട്ടെ ഈ തട്ടുകട ഹൈജീനിക്കായ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ച് ഒരു നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന് പക്ഷേ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ കാസർഗോഡ് ടൗണിൽ നിന്ന് കുറച്ചൊക്കെ രാത്രി ലൈഫ് മിക്കവാറും ആ ഭാഗത്തേക്ക് തന്നെ പോകും. നിങ്ങളോട് സംസാരിച്ചതിൽ എനിക്ക് നിങ്ങളുടെ വൈബ് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആസ്പിറേഷൻസ്, നിങ്ങൾ കാസർഗോഡ് എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ആസ്പിറേഷൻസ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇത്രയും അതായത് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇത്രയും കാലമായിട്ട് മാധ്യമപ്രവർത്തകർ നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ നൂക്ക് ആൻഡ് കോർണർ ഇഷ്യൂസ് നിങ്ങൾക്കറിയാം. എന്താണ് ഇവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആർക്കും ഇത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളോട് ഒരു മീനിങ് ഫുൾ എൻഗേജ്മെന്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയും. ഇപ്പോൾ ഞാൻ ഇന്ന് വിളിച്ച ഒരു മീറ്റിംഗിൽ നിങ്ങൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനിയും ഒരുപാട് എൻഗേജ്മെന്റ്സ് ഒരുപാട് ആൾക്കാരോട് നമ്മൾ എൻഗേജ് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഉണ്ടാവുമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിലും ഇത്രയും ഇത് സമയം എടുത്ത് നിങ്ങളെല്ലാം ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എനിക്കറിയാം. നിങ്ങളെല്ലാം വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയും ഇതുകൊണ്ട് തുടർന്ന് ഈ പ്രവർത്തനം നിങ്ങൾ സഹകരിക്കണമെന്നാണ്. മയുള്ള ലോക
കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ ഒരാളും ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ കണ്ണിൽ കൂടെ ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ അല്ലെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുത്തും, ഞാൻ ഇയാളെ മുക്കി താഴ്ത്തും, എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക് പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് ആദ്യം മനസ്സിലാക്കാം. നല്ല മഴയാണ്, ചുറ്റിലും വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വെള്ളത്തിൽ പെട്ടാൽ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കണ്ണദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ജലാശയ അപകടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരിട്ട് കാണുന്ന ആൾക്ക് വെള്ളത്തിലൊരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്, അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങിത്താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം. അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ്. അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ, അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക, നേരെ മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക, ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്നുള്ളത്. നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറകുവശത്ത് കൂടെ മാത്രം പോവുക, പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. പുറകിലൂടെ പിടിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളത്തിലൊരാൾ മുങ്ങിത്താഴുകയാണെങ്കിൽ നമ്മൾ പിറകുവശത്ത് കൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക. കഴുത്തിൻ്റെ മേലോട്ട് ഉയർത്തുന്നതിനെന്ന് വെച്ചാൽ, ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം, കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറകുവശത്ത് കൂടെ പോകുന്നത്. കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പിറകുവശത്തെ കൂടെ പോകുന്നു, നമ്മൾ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തെ കൈ ഉപയോഗിച്ച് കഴുത്ത് മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും, ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും, ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും. എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ.
ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ അപകടങ്ങളിലെ കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ സാർ, ഈ മുടി പിടിച്ച് വലിക്കുക, സാരി കൊടുക്കുക, അങ്ങനെയുള്ള സാരി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ളതും ചെയ്യാൻ പറ്റുമോ? മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം. വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം. അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് CPR ആണ് കൊടുക്കേണ്ടത്. CPR കൊടുക്കുക വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്താണ് കൊടുക്കേണ്ടത്. ശരീരത്തിലെ അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറിയിട്ടുള്ള സ്റ്റമക്കിലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക. അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അയാളുടെ പൾസ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ബ്രീത്ത് കൊടുക്കുക. വെള്ളത്തിൽ വീണ ആൾക്ക് ആദ്യം 5 ബ്രീത്താണ് കൊടുക്കേണ്ടത്. അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട് വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക. ഒരു 5 ബ്രീത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാരിയിൽ അവസാനിക്കുന്ന പോയിൻ്റായ സ്റ്റെർണം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് 2 കൈകളും വെച്ചുകൊണ്ട് 30 കംപ്രഷൻ ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും വാരിയിൽ താഴത്തക്ക രീതിയിൽ 30 കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 5 ബ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് 1 മിനിറ്റിൽ 100 തവണ ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് 5 സൈക്കിളായിട്ട് 100 തവണയെങ്കിലും ചെയ്യണം. ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് CPR, ഇതിനകത്ത് കൊടുക്കുന്ന CPR. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം, അതുപോലെ CPR എല്ലാം എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ണദാസൻ സാർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ്, അപ്പോൾ സാർ പറഞ്ഞു തന്നു. അപ്പോൾ സാർ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗ്രീൻ മാംഗോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞു തന്നാണ്. അപ്പോൾ സാറേ താങ്ക് യു. പ്രിയപ്പെട്ടവരെ, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഇന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പെർമിറ്റ് ഫീസ് വർധനവ് നിലവിൽ വന്നത് 2023 ഏപ്രിൽ 10 മുതലാണ്. ഇന്നാണ് അതിൽ ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അത് പ്രാബല്യത്തിൽ വരുമെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ വ്യാപകമായി ചോദ്യം വരുന്നുണ്ട്, ഇതിനകം അടച്ചവർക്ക് ഈ ഇളവ് ലഭിക്കുമോ എന്ന കാര്യം. ചിലർ ബോധപൂർവം തന്നെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കാർ പെർമിറ്റ് ഫീസ് കുറച്ച നടപടി ചിലരെങ്കിലും അല്പം നിരാശയിലാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരിക്കൊണ്ടിരുന്നത്. ആ പഴിചാരാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദം ചിലർ തീർക്കുന്നത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടാണ്. ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തട്ടെ, ഇതിന് 2023 ഏപ്രിൽ 10 മുതൽ പ്രാബല്യമുണ്ടായിരിക്കും ഈ ഇളവുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്ന് പ്രഖ്യാപിച്ച നിരക്കുകൾ, കുറച്ച നിരക്കുകൾ, അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും. അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും. പെർമിറ്റ് ഫീസിന്റെ വരുമാനം മുഴുവൻ കിട്ടിയത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തിരിച്ചു കൊടുക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളാണ്, സർക്കാരല്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് വിശദമായി സർക്കാർ ഉത്തരവായിട്ടിറക്കും. പണം തിരിച്ചു നൽകുക ഓൺലൈനായിട്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ ILGMSലും നഗരസഭകളിൽ KSmartലും ഇതിനുള്ള സൗകര്യമൊരുക്കും. ഈ ഫീസ് അധികമായി ഒടുക്കിയ ഫീസ് തിരിച്ചു കിട്ടാൻ ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ചെല്ലേണ്ടതില്ല. നേരിട്ട് തിരിച്ചു നൽകാനും കഴിയുകയില്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷകൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം വെരിഫൈ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക, ഇളവ് നൽകിയ തുക തിരിച്ചു കൊടുക്കുന്ന ക്രമീകരണമാണ് ഏർപ്പെടുത്തുക.
ഒരു നിശ്ചിത സമയത്തിനകം അത് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. അതിനുള്ള അനുവാദം അവർക്ക് നൽകുന്നതാണ്. ഈ കാര്യം എല്ലാവർക്കും വ്യക്തതയ്ക്കായി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇളവ് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവാദം നൽകും. ഈ തുക നൽകുക നേരിട്ടായിരിക്കില്ല. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതോടൊപ്പം പണം നൽകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഇതിനായി സമീപിക്കേണ്ടതില്ല. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ്